ഇസ്രായേൽ ശാക്തി കച്ചേരിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രാജ്യമാണ്. ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ ഭരണാധികാരി ഓടി വന്ന് മോദിയെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് പോലെയല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേൽ എന്ന രാജ്യവും മോദിയെ സ്വീകരിച്ച വാർത്തയെ നമ്മൾ കാണേണ്ടത്. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുറന്നു പറഞ്ഞു. നെതന്യാഹു പറഞ്ഞു, ഇവിടെ എല്ലാ രാഷ്ട്രത്തലവന്മാരും എത്തിയിട്ടുണ്ട്, അവരെ ഒന്നും തരംതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവരൊക്കെ മിടുക്കന്മാരാണ്, അവരും ഇസ്രായേൽ തമ്മിൽ ബന്ധമാണ്. എന്നാൽ നരേന്ദ്ര, താങ്കൾ എന്റെ സുഹൃത്താണ്, താങ്കളുടെ ഈ വരവ് എനിക്കുണ്ടാക്കിയിരിക്കുന്ന സന്തോഷം, ഈ രാജ്യത്തിനുണ്ടാക്കിയിരിക്കുന്ന ആത്മവിശ്വാസം, ഈ ജനതയ്ക്കുണ്ടാക്കിയിരിക്കുന്ന പ്രതീക്ഷ അത് ചില്ലറയല്ല. നെതന്യാഹു പറഞ്ഞത് കേൾക്കൂ. Heads of state, prime ministers, they come to the Knesset, we greet them warmly, and it's always an exciting moment for all of us and for me too. But I have to tell you, Narendra, my dear friend, I am deeply, deeply moved by your visit here today, because I have to be diplomatic. I will not rank it, because I'll get into trouble. But I've never been more moved than by your visit here with us, a great friend of Israel, a great champion of the Indian-Israeli alliance, and a great leader on the world stage. Welcome to Jerusalem, my dear friend, Prime Minister Narendra Modi, and your distinguished delegation. Welcome to Jerusalem. Now, ഇത്രയും മനോഹരമായ വാക്കുകൾ ഇന്നേ വരെ നെതന്യാഹു ട്രംപിനെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ ഇന്നലത്തെ മൂഡ്.